ഇന്ന് നമ്മള് തിരൂര് കോട്ടക്കല് ക്ലിനിക്കിൽ പോവാണ് ഉമ്മച്ചിനെ കാണിക്കാൻ വേണ്ടിട്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണ് നമുക്ക് പോവാം. ഇപ്പൊ നമ്മ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. പാർസൽ ഓടിച്ചിട്ട് പോണ വഴി കഴിക്കണ ആ ഒരു അല്ലൂടെ തണുത്തിരിക്കും. എന്റെ ഫിറ്റ് ഇതാണ് കേട്ടോ. ബാഗി പാൻസ് ബ്ലാക്കും, അല്ലുൻ്റെത് ഒരു വൈറ്റ് ടോപ്പും ബാഗി പാൻസ് ഞങ്ങൾ സുഡിയോ എടുത്തതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാനുണ്ടോ ഞാനും. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മച്ചിനെ നമ്മന്ന് കോട്ടക്കൽ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കടയിൽ നിന്ന് അടിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുൾ ഓക്കെ ആയിട്ട് ഇപ്പം നമ്മൾ കാറിന് എയർ അടിക്കാൻ വേണ്ടി കയറിയതാണ്. പെട്രോൾ അടിച്ച് ഇപ്പം നമ്മൾ എയർ അടിക്കുകയാണ്. അവിടെ എയർ അടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അല്ലിതാ അവിടെ ഇങ്ങനെ ഇരിക്കണു, കിളിപോയ പോലെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ പോണ വഴി നമ്മുടെ ഹനാൻച്ചിയുടെ പാട്ടും അങ്ങനെ കുറേ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ നമ്മൾ പോവാണ്. നമ്മൾ പോണ ടൈമിൽ നമ്മൾ ബീച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലെ അടിപൊളിയാണ്. ഈ ബീച്ചിൽ കൂടെ ഇത് കണ്ടോ, നമ്മുടെ ബീച്ച് അടിപൊളിയല്ലേ, വൈബ്. ഇന്ന് കേൾക്കാൻ പോകുന്നത് വാപ്പിച്ചിയുടെ ഗാനമാണ്. അവിടെ ഹോസ്പിറ്റലിൽ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ വീഡിയോസ് എല്ലാം അവിടെ എല്ലാം തോന്നുന്നുണ്ട്. സോ ഞാൻ എടുക്കാൻ നിന്നില്ല. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഉറി എന്നാണ് കടയുടെ പേര്. നല്ല വിൻറ്റേജ് എസ്തെറ്റിക് ഹോട്ടലാണ് കാണിച്ചത്. ഇതാണ് ഗൈസ് നമ്മുടെ ഉറി റെസ്റ്റോറൻറ്റ്. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. നമുക്ക് ഫുഡ്സൊക്കെ എടുത്ത് നിറയ്ക്കാം. മാതിരി ഹോട്ടലിൽ പിന്നെ ഒരുപാട് ഫുഡ്സ് ഉണ്ട്. മെനു കുറേ ഉണ്ട്. രാജാവിൻ്റെ അടിപൊളിയായിരുന്നു. ഞാനും അതിൽ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ആൻഡ് ഉച്ചയ്ക്കും സദ്യ ടൈപ്പ് സംഭവമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അടിയിലിരുന്ന് ചിൽ ഔട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് അടിയിലും, മുകളിൽ നിന്ന് ചിൽ ഔട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് മുകളിലും ചിൽ ഔട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലും ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അടിപൊളിയായിരുന്നു. മുകളിലും ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു. മുകളിലത്തെ വ്യൂ ആണ് കൈസ് അടിപൊളി സത്യം പറഞ്ഞാൽ. ഗൈസ് ഇവിടെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്പരുമ ലൈക്ക് നമ്മുടെ എളി ഹ്യൂമൻസിൻ്റെ ടൈമിലുണ്ടായിരുന്ന ടൈപ്പ് പെയിൻറ്റിങ്സ്. പിന്നെ ഇവിടുത്തെ അച്ചാറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഡിഫറെൻ്റാണ്. ചിരട്ട വെച്ചുണ്ടാക്കിയിരുന്ന ടൈപ്പ് പാത്രങ്ങളാണ് ഗൈസ്. സോറി, അച്ചാറല്ല, രസം. പിന്നെ അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ നമ്മുടെ വെള്ളം വെച്ചേക്കണ മൺകലത്തിലാണ്. ആ മൺകലവും നല്ല പെയിൻറ്റ് ചെയ്തിട്ട് നല്ലതായിരുന്നു. ഇതാണ് ഉമ്മച്ചി ഓർഡർ ചെയ്തിരുന്നത്. ഗൈസിക്കൊക്കെ ഓർഡർ ചെയ്തത് എന്തോ രാജാവ് എന്തോ സദ്യ അങ്ങനെ എന്തോ ടൈപ്പ് സാധനമായിരുന്നു. അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കൂന്തൽ, ചെമ്മീൻ, മീൻ പൊരിച്ചത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചോറ് അങ്ങനത്തെ നെയ്ച്ചോറായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തു. പിന്നെ ഉമ്മച്ചി ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു, ചട്ടിച്ചോറ്. കാരണം വാപ്പിച്ചിക്ക് ഉമ്മച്ചിക്കും അതേപോലത്തെ ചട്ടിച്ചോറ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്, ചട്ടി ബിരിയാണി. അതും കഴിച്ചു. ഇതാണ് കട സദ്യ, രാജാവ് സദ്യ ടൈപ്പ് ആ സംഭവം. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ബിരിയാണി, ചട്ടി ബിരിയാണി. ഇതിൽ ചിക്കൻ പൊരിച്ചതും ബീഫും ചിക്കൻ ബിരിയാണി പിന്നെ അച്ചാറായിരുന്നു. ആണ് കേട്ടോ ഗൈസ് ഞാൻ പറഞ്ഞ ആ ഒരു മൺകലം. അതിൽ നിന്ന് നമ്മൾ വെള്ളം ഇതേപോലെ ഒഴിക്കും. നമ്മളെല്ലാം കഴിഞ്ഞു. അപ്പം വെള്ളം വെച്ചു. ഇതിലാണ് വെള്ളം വരുന്നത്. നല്ല അടിപൊളി വെള്ളം വരുന്നുണ്ട്. സോ ദിസ് ഇസ് ദ അവസ്ഥ. പായസം ഉണ്ട്. പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ വരുന്ന വഴി ഞങ്ങൾ ചായയും കുടിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ വാപ്പിച്ചിക്കുന്ന റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ടിട്ട് റെസ്റ്റ് എടുത്ത് വാപ്പിച്ചി അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.